വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് TV. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് നമുക്ക് ചെയ്യാവുന്ന, പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. പല കുടുംബത്തിലും പ്രഗ്നൻ്റ് ആണ് ഒരു പെൺകുട്ടി. അതായത് ആ പെൺകുട്ടിയുടെ വയറിനുള്ളിൽ, സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ യൂട്രസിൽ ഒരു പുതിയ ജന്മം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പരിഗണന ഒന്നുമില്ലാതെ വളരെയധികം മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന, ബുദ്ധിമുട്ടാക്കപ്പെടുന്ന ധാരാളം സാഹചര്യങ്ങളിൽ ഫാമിലി കൗൺസിലിങ്ങിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പല പെൺകുട്ടികൾക്കും ഭർത്താവിനോടുള്ള മാനസിക അകൽച്ചയുടെ പ്രധാന കാരണം പ്രഗ്നൻ്റായ സമയത്ത് അനുഭവിച്ച പീഡനങ്ങളാണ്. അത് ഒരുപക്ഷെ ഭർത്താവിൽ നിന്നായിരിക്കാം, അവരുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, അവരുടെ സിസ്റ്റേഴ്സിൽ നിന്നോ ബ്രദേഴ്സിൽ നിന്നോ, അവരുടെ ഭർത്താക്കന്മാരിലും ഭാര്യമാരിലും ഒക്കെ ആയിരിക്കാം. ഈ പല സ്ത്രീകളിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രഗ്നൻ്റ് ആയ സമയത്ത് ഏറ്റ ആഘാതം മറക്കാൻ ഇച്ചിരി പ്രയാസമാണ്. സാറേ ബാക്കിയൊക്കെ മറക്കാം, പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവർ ചെയ്ത കാര്യങ്ങൾ അത് മറക്കാൻ വല്ലാത്ത പ്രയാസമാണ് എന്ന് പലരും പറയാറുണ്ട്. അത്രമാത്രം വിഷമങ്ങളും ക്ഷീണങ്ങളും പ്രയാസങ്ങളും പല തരത്തിലുള്ള മൂഡ് സ്വിങ്സ് എല്ലാം ഉള്ള ഒരു അവസ്ഥയാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യം, അവിടെ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രഗ്നൻസിക്ക് ഉത്തരവാദി ഭർത്താവും ഭാര്യയുമാണ്. അപ്പോൾ പ്രഗ്നൻസി ക്രിയേറ്റ് ചെയ്തിട്ട് പോയാൽ മാത്രം പോരാ, അവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നിച്ചിരിക്കുക, തമാശകൾ പറയുക, ആ വയറിങ്ങനെ വലുതായി വരുന്നതനുസരിച്ച് വയറൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് അതിനൊന്ന് ഫീൽ ചെയ്യുക. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയോ ലീവ് എടുത്തിട്ടാണെങ്കിൽ പോലും ഒന്നിച്ച് പോവുക. അത് നീ പോയി പൈസ ഞാൻ തന്നേക്കാം, പോരാ. ഒരു ബില്ല് പേ ചെയ്യുന്ന ആൾ മാത്രമായാൽ പോരാ. ഭർത്താവിൻ്റെ സാന്നിധ്യം, കെയർ, ഒന്നിച്ചുള്ള നടത്തം. ഭാര്യ ഒറ്റക്കാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ആശ്വാസത്തിന് എത്രയോ ഇരട്ടിയാണ്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ പോകുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ആശ്വാസമാണ് ഈ രണ്ട് ആളുകളും ഒന്നിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കിട്ടുന്നത്. അതേപോലെ പ്രഗ്നൻ്റായിട്ട് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഭർത്താവ് കൂടെ പോകുക. ഗൾഫിലാണെങ്കിൽ പോലും ചെറിയ ലീവിനാണെങ്കിൽ പോലും വന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് കൂടെ നിൽക്കുക. എടി നീ പ്രസവിച്ചോ, ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആശ്വാസം കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസവത്തിന് ശേഷവും കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വന്നുകൊണ്ടും ഒരു സമാധാനിപ്പിച്ചുകൊണ്ടും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുക. ഒരു ബില്ല് പേ ചെയ്ത് പോകുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമായിട്ട് ഭർത്താവ് മാറരുത്. പല സ്ത്രീകളും പറയുന്നത്, സാറേ ഇനി സഹായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സഹകരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പ്രയാസപ്പെടുത്താതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രമാത്രം പ്രയാസങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചതുണ്ടാകും. അതുകൊണ്ട് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഇത് എൻ്റെ ഒരു കുട്ടി, ഞങ്ങളുടെ ഒരു കുട്ടി ഇതിൻ്റെ ഉള്ളിൽ വളരുകയാണ്, മറ്റുള്ളവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ കുഞ്ഞ് വരികയാണ്, അതുകൊണ്ട് ഞങ്ങൾ കെയർ ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിൽ നന്നായി പരിഗണിച്ചാൽ ആ പ്രഗ്നൻസിയും ആ ഒരു ഡെലിവറിയും ആഫ്റ്റർ ഡെലിവറിയുള്ള ലൈഫൊക്കെ ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരെ ഇല്ലാത്തൊരവസ്ഥയിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് സാധിക്കും.